പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് പ്രതിഷേധമുയർത്താനാണ് ടിഡിപി എംപിമാരുടെ നീക്കം. പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രമണിഞ്ഞാണ് എംപിമാർ എത്തുക. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ബജറ്റ് അവതരണം തുടങ്ങുന്നതിനും മിനിറ്റുകൾ മുൻപും രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിയുന്നില്ല. കോൺഗ്രസിന്റെ ആരോപണം ഒരു വശത്ത് ബജറ്റ് ചോർച്ചയുമേ, അതോടൊപ്പം തന്നെ ടിഡിപിയുടെ പ്രതിഷേധവും പാർലമെന്റിന് മുന്നിൽ നടക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ദില്ലിയിൽ നിന്ന്? അപർണ, ബജറ്റ് അവതരണം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി അല്പസമയത്തിനകം ധനമന്ത്രി പീയൂഷ് ഗോയൽ സഭയിലേക്ക് എത്തുകയും ചെയ്യും. കേന്ദ്ര മന്ത്രിസഭ ബജറ്റിന് അംഗീകാരം നൽകിയിരിക്കുന്നു. രാഷ്ട്രപതിയെ കണ്ട് പീയൂഷ് ഗോയൽ തന്നെ ബജറ്റിന്റെ വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ബജറ്റ് അവതരണത്തിനായി. ബജറ്റിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ആയതുകൊണ്ട് തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇടത്തരക്കാർ, പാവപ്പെട്ടവർ, കർഷകർ, ഒപ്പം ചെറുകിട വ്യവസായ മേഖല തുടങ്ങി നിരവധി മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് ആയിരിക്കും പീയൂഷ് ഗോയൽ അവതരിപ്പിക്കുകയെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സാർവത്രിക അടിസ്ഥാന വരുമാന പദ്ധതി, ഒപ്പം ആയുഷ്മാൻ ഭാരതിന് കൂടുതൽ പ്രഖ്യാപനങ്ങൾ, കർഷകർക്ക് വേണ്ടിയുള്ള കർഷകർക്ക് നേരിട്ട് പണം നൽകാനുള്ള പ്രഖ്യാപനങ്ങൾ എന്നിവയൊക്കെ ബജറ്റിൽ ഇടം നേടുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം വലിയ വിവാദവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. ബജറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ സംബന്ധിച്ച സൂചനകൾ മാധ്യമ പ്രവർത്തകർക്ക് അയച്ചുകൊടുത്തു എന്ന വിവാദമാണ് കോൺഗ്രസ് തുടങ്ങിവച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ആദായ നികുതി പരിധി 5 ലക്ഷമാക്കും എന്നതടക്കമുള്ള വിവരങ്ങളാണ് മനീഷ് തിവാരി പുറത്തുവിട്ടിട്ടുള്ള ആ ട്വീറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ആ പ്രഖ്യാപനം ബജറ്റിൽ ഇടം പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ബജറ്റ് ചോർന്നിരിക്കുന്നു എന്ന് കാട്ടിക്കൊണ്ട് വലിയ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും തന്നെ പ്രതിപക്ഷം തുടക്കമിടുമെന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം കോൺഗ്രസ് മറ്റൊരു ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പീയൂഷ് ഗോയലിനെതിരെ. പീയൂഷ് ഗോയൽ ബിജെപിയുടെ ട്രഷററാണ്. അങ്ങനെ ട്രഷറായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയുക? അതിൽ ഭിന്ന താല്പര്യമില്ല എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യം. പീയൂഷ് ഗോയൽ ബിജെപി ട്രഷററാണെന്ന കാര്യം ബിജെപിയുടെ വെബ്സൈറ്റിൽ നിന്ന് തൽക്കാലത്തേക്ക് മറച്ചുവെച്ചുവെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ബജറ്റ് അവതരണത്തിൽ എത്രമേൽ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയാലും അതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള എതിർവാദം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി പ്രതിപക്ഷം ശക്തമാക്കി രംഗത്ത് വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അപർണ, അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ടിഡിപിയും പ്രതിഷേധം തുടരുകയാണ്. ഉണ്ണി, അതിന്റെ വിശദാംശങ്ങൾ കൂടി. ടിഡിപി അംഗങ്ങൾ ഇന്ന് പാർലമെന്റിൽ പ്രതിഷേധം ഉന്നയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ഉന്നയിച്ചുകൊണ്ട് അവർ ഏറെ നാളായി പ്രതിഷേധത്തിലുണ്ട്. ഇന്നിപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചാണ് ടിഡിപി എംപിമാർ പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. ബജറ്റ് അവതരണ വേളയിൽ അവർ പ്രതിഷേധത്തിന് തയ്യാറാകുമോ എന്ന കാര്യം കാണേണ്ടിയിരിക്കുന്നു. അതേസമയം പ്രതിപക്ഷത്തിൽ നിന്ന് മറ്റൊരു എതിർപ്പ് കൂടി സർക്കാരിനെതിരെ വന്നിട്ടുണ്ട്. വോട്ട് ഓൺ അക്കൌണ്ട് മാത്രമാണ് സാധാരണ അവതരിപ്പിക്കുന്ന കീഴ്വഴക്കം സർക്കാരിന്റെ അവസാന വർഷത്തിൽ. എന്നാൽ ആ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താനുമാണ് സർക്കാരിന്റെ നീക്കമെങ്കിൽ അതിന് ശക്തമായി എതിർക്കുമെന്ന മുന്നറിയിപ്പ് കോൺഗ്രസും നൽകിയിട്ടുണ്ട്. ഉണ്ണി, അതോടൊപ്പം തന്നെ ബജറ്റിലേക്ക് കടക്കാൻ ഇനി ഒരു മിനിറ്റ് പോലും ബാക്കിയില്ല. രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന പ്രധാനമായി വരാൻ പോകുന്ന പ്രഖ്യാപനം കാർഷിക പാക്കേജുമായി ബന്ധപ്പെട്ടത് തന്നെ ആകുമെന്നാണോ? കാർഷിക പ്രതിസന്ധി പരിഹരിക്കാൻ ശാശ്വത നടപടിയെടുക്കുമെന്ന് ഇന്നലെ രാഷ്ട്രപതി പ്രഖ്യാപിച്ചത് അതിലേക്കുള്ള സൂചനയായി തന്നെയാണോ വിലയിരുത്തപ്പെടുന്നത്? തീർച്ചയായും ഇന്നലത്തെ രാഷ്ട്രപതിയുടെ ആ അഭിസംബോധനയിലെ ആ പ്രഖ്യാപനമടക്കം സർക്കാരിന്റെ പ്രഖ്യാപനത്തിലേക്കുള്ള ചൂണ്ടുവിരലായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. 3 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലടക്കം സർക്കാരിനും ബിജെപിക്കും വലിയ പ്രതിസന്ധിയായ വിഷയമാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധി. 13ഓളം കർഷകരുടെ വലിയ മുന്നേറ്റങ്ങളാണ് രാജ്യത്തെമ്പാടും ഉണ്ടായത്. കഴിഞ്ഞ 4-5 വർഷത്തിനിടെ 36,000-ലധികം കാർഷിക ആത്മഹത്യകളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കർഷകരെ ആകർഷിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഇടം തേടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് ബജറ്റിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കാനുള്ള സജീവമായ ചർച്ചകളും ആലോചനകളും ഒക്കെ നടന്നിരുന്നു. കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. തെലങ്കാനയിലും ഒഡീഷയിലും നടപ്പാക്കിയ പദ്ധതികളിൽ നിന്നും അതിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രതിവർഷം 12,000 രൂപയെങ്കിലും കർഷകർക്ക് നൽകാനുള്ള പ്രഖ്യാപനം ഈ ബജറ്റിൽ ഇടം നേടിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം കർഷകർക്ക് താങ്ങുവില വർദ്ധിപ്പിക്കുക, നെല്ലിന്റെയും ഗോതമ്പിന്റെയും ഒക്കെ താങ്ങുവില ഇരട്ടിയാക്കാനുള്ള നീക്കങ്ങളും ഉണ്ടായേക്കാം. ഗ്രാമീണ മേഖലയിലെ കരുതിവയ്പ് 16% വർധന അതിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി